സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിൻ്റെ ഭാഗമായി ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഐഡിയയാണ് നാട് നീങ്ങുന്ന നാട്ടുപൂക്കളും ചിത്രശലഭവും. നാട്ടുചെടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ എന്ന് കണ്ടെത്തുക. നമ്മുടെ നാട്ടിലെ നാടൻ ശലഭങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ എന്ന് കണ്ടെത്തുക. ഇതിൻ്റെ കുറവ് മൂലം കൃഷിക്കും ജീവിതത്തിനും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കണ്ടെത്തുക. ഇവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി നമ്മൾക്ക് കൂട്ടായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പൊതുജനങ്ങളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ബോധവൽക്കരണം ചെയ്യുക. ഞങ്ങൾ ഇതിനുവേണ്ടി വെച്ച പഠന രീതികളാണ് പത്രമാധ്യമ അവതരണം, സർവേ അവതരണം, അഭിമുഖ അവതരണം. പത്രങ്ങളിൽ നിന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും കർഷകരോട് അഭിമുഖം നടത്തിയും പഠനയാത്രയിലൂടെയാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ ശേഖരിച്ചത്. ഇതിലൂടെ നമുക്ക് മനസ്സിലായത് പണ്ടുണ്ടായിരുന്ന മിക്ക ചെടികളും ഇപ്പോഴില്ല. അത് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുകൂടാതെ നിരവധി ചിത്രശലഭങ്ങളും ഇതേ പ്രശ്നം തന്നെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെടികളും ചിത്രശലഭങ്ങളും എല്ലാം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. പഠനയാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് തെന്മല ഇക്കോ ടൂറിസം. എന്താ വേണം? എവിടെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പഠനയാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് തെന്മല ഇക്കോ ടൂറിസമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ശലഭ പാർക്കാണത്. കേരളത്തിൽ 300ഓളം ചിത്രശലഭങ്ങളുള്ളതിൽ 120ഓളം ചിത്രശലഭങ്ങൾ അതിനകത്ത്.